ഹലോ, ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ കൊച്ചടുക്കളത്തോട്ടത്തിലത്തെ പേരക്കൃഷിയെക്കുറിച്ചാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഈ കാണിക്കുന്ന പേരക്കായ ഉണ്ടായി നിൽക്കുന്ന പേര കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. 3 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ പേരമരം കിട്ടിയിട്ട്. അത് കുഴിച്ചിട്ട് അതിന്മേൽ നല്ല രീതിക്ക് പേരക്കായ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. ഇതിൻ്റെ ഉള്ള ചുവന്ന നിറമാണ്. നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള പേരക്കായ തന്നെയാണ്. ആ പേര നല്ല ഹൈറ്റിൽ പോയപ്പോൾ ഞാനത് വെട്ടി. അതിന് 2 മെയിൻ ബ്രാഞ്ചാണ് ഉണ്ടായിരുന്നത്. അതായത് കടയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ ആ 2 ബ്രാഞ്ച് വെട്ടിയ ഭാഗങ്ങളാണ് ഞാനിപ്പോൾ ഈ വിരൽ കൊണ്ട് കാണിച്ചിരുന്നത്. ആ 2 ബ്രാഞ്ചും കട്ട് ചെയ്ത് അതുമ്മേ കവറിട്ട് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തത് സെപ്റ്റംബർ അവസാനം ഒക്ടോബർ മാസത്തിലൊക്കെ ആയിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ അത് ഒരു മാസം കഴിഞ്ഞപ്പോൾ അതുമ്മേ നല്ല രീതിക്ക് പൊടിച്ച് വന്ന് അതുമ്മേ ബ്രാഞ്ചസൊക്കെ വന്നു നല്ല രീതിയിൽ. പിന്നെ വെട്ടി കഴിഞ്ഞിട്ട് ഞാൻ ചെടിക്ക് നല്ലവണ്ണം നനച്ചു കൊടുത്ത് കപ്പലണ്ടി പിണ്ണാക്കും വേപ്പ് പിണ്ണാക്കും ചാണകപ്പൊടിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ NPK പിന്നെ പഴകിയ ചാരം അതും ഇതിന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തളിർത്ത് വന്ന കമ്പിന്മേലൊക്കെ പൂവിടാനും പൂവൊക്കെ കായായി പിടിക്കാനും പേരക്കായ ഉണ്ടാവാനും തുടങ്ങി. പേര ഇങ്ങനെ വെട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട് താഴെ കയ്യെത്താവുന്ന ദൂരത്തിൽ ഉണ്ടാവാനും പേരമരം ഭയങ്കര ഉയരത്തിൽ പോയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് പേര ഇങ്ങനെ വെട്ടണത് നല്ലതാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ വേറൊരു പേരയും എനിക്കുണ്ടായിരുന്നു. അത് ബാംഗ്ലൂർ പേര എന്നാണ് പറഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അതിൻ്റെ വെള്ള നിറമുള്ള പേരക്കായ ആയിരുന്നു. അതും നല്ല പേരക്കായ തന്നെയായിരുന്നു കേട്ടോ. അത് പക്ഷെ കട്ട് ചെയ്ത വശം കവറിട്ട് മൂടാനും അത് കവർ ചെയ്യാനും മറന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി അത് ഉണങ്ങിപ്പോയി. അതാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന പേരമരം. ഈ മരം നല്ല വലിയ പേരമരമായിരുന്നു. ഇതിൻ്റെ ഫ്രൂട്ടാണെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ വൈറ്റ് നിറമുള്ള നല്ല വലിയ പേരക്കായ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. അത് ഇതുപോലെ ഉണങ്ങിപ്പോയി. ഈ പേര ഉണങ്ങിപ്പോയപ്പോൾ എനിക്ക് വിഷമമായിട്ട് ഞാൻ വേറൊരു പേര മേടിച്ചു. അതാണ് മണ്ണുത്തിന്ന് ഒരു പേര മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ പുതിയ ഫ്രൂട്ട്സ് ചെടികൾ മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് അതിനായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. അത് കിലോ പേരയാണ്, ലെയർ പേരയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. പേരച്ചെടി വാങ്ങിക്കൊണ്ടുവരുമ്പോൾ അതുമ്മേ ഒരു മൊട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ വിരിഞ്ഞു. പക്ഷെ മൊട്ട് വിരിഞ്ഞ് അത് കായായി പിടിച്ചൊന്നുമില്ല. പിന്നെ ഞാനത് കവറ് കട്ട് ചെയ്ത് താഴെ മണ്ണിലേക്ക് വെച്ചു. പക്ഷേ മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടും അതുമ്പോൾ പൂവൊന്നും ഇപ്പം ഉണ്ടാവണമൊന്നുമില്ല. ചെടി നല്ലവണ്ണം പിടിച്ചു. പക്ഷേ ചെടി പൂവും കായും ഉണ്ടാവാതെ അതിന് 2 ബ്രാഞ്ചസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പേര എപ്പോഴും ഒരു പരിധി കഴിഞ്ഞ് ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വെട്ടി നിർത്തുന്നത് നല്ലതാണ്. പേരച്ചെടിക്ക് നല്ലോണം വെയിൽ കിട്ടേണ്ടത് അത്യാവശ്യമാണ്. വളം 2 മാസം കൂടുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഏത് വളമാണോ അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കും. ആഴ്ചയിൽ 1-2 ദിവസം നനച്ചും കൊടുക്കും.